കീളക്കര ടൗൺ ആട്ടോ, കീളക്കര സിറ്റി, കീളക്കര മക്കാമിന്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കീളക്കര എന്ന് പറഞ്ഞ സദക്കത്തുള്ള ഖാദിറി റളിയല്ലാഹു പാപ്പാന്റെ ആ ഒരു മക്കാമുണ്ട്, അതിലേക്ക് പോണ ഒരു സ്ഥലമാണ് കീളക്കര സിറ്റി. ഇതാണ് നമ്മളെ കീളക്കരയുള്ള മസ്ജിദ് കേട്ടോ. പള്ളി ഇതാണ്, ജിന്നുണ്ടാക്കിയ പള്ളിയാണത്. ഇതാണ് മാദിഹർ റസൂൽ ഷെയ്ഖ് സദഖത്തുള്ള ഖാഹിരി റളിയല്ലാഹുവിൻ്റെ മക്കാമ്. ഇത് ജിന്ന് ഉണ്ടാക്കിയ പള്ളിയാണെന്നാണ് പറയണത്. ഫുള്ള് കരിങ്കല്ലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ പള്ളി കേട്ടോ. നമ്മളിപ്പോഴത്തെ എങ്ങനെ പോയത് മുകൾ ഭാഗമൊക്കെ ഇതാണ് കേട്ടോ, കണ്ടില്ല, കരിങ്കല്ലാണ്, വാർത്തതല്ല, കരിങ്കല്ല് വെച്ചാണ് ജിന്നുണ്ടാക്കിയ പള്ളി എന്നാണ് പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പള്ളി എന്നാണ്. ഇതിൻ്റെ അകത്തൊന്ന് കാണട്ടോ. ഈ ഒരു പള്ളീൻ്റെ ഇത് മൊത്തം എല്ലാം കരിങ്കല്ലിൽ കൊത്തുപണി, മൊത്തം കരിങ്കല്ലാണ്. കരിങ്കല്ലിൽ കൊത്തുപണിയിലെടുത്ത ഒരു പള്ളിയാണ്. ജുമാഅത്ത് പള്ളി തന്നെയാണ്. ഇതിൽ ജുമാണ്ട് കണ്ട, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടോളി. എല്ലാം കരിങ്കല്ലിലാണ് കൊത്തുപണി തീർത്ത് വെച്ചിട്ടുള്ളത്. കുത്തുബ ഇമാമ് കുത്തുബാദുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇതാണ് കാണുന്നത് കേട്ടോ. ഒരു പള്ളീൻ്റെ അകത്ത് തന്നെ ഒരു 30-35ഓളം തൂണ് അതിൻ്റെ മുകളിൽ. ഈ ഒരു പള്ളീൻ്റെ അകത്തുള്ള ഈ ഒരു തൂണ്, ഈ ഒരു എന്താ പറയുക, ഇതിനെ താങ്ങി നിർത്തിക്കണത് കരിങ്കല്ല് കൊണ്ടാണ്. 36 തൂണ് ഇതിനുണ്ട് കേട്ടോ. 36 തൂണുണ്ട്. ഈ തൂണുമലാണ് ഈ ഒരു ഭാഗത്ത് 22 കേട്ടോ. 22 തൂണ് ഈ പുറം ഭാഗത്തുള്ള ഈ ഒരു കരിങ്കല്ലിനെ താങ്ങി നിർത്തിയിട്ടാണുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്ത് 22 അകത്ത് 36 ഇവിടെ 22 പിന്നെ ഇതിൻ്റെ മതിലും കരിങ്കല്ലാണ്. അതിനും തൂണുകളുണ്ട്, ഏകദേശം 11 തൂണുകൾ അതിന് ചാരിയിട്ടുണ്ട്. പിന്നെ മുകൾ നോക്കി, മുകൾ ഭാഗം കണ്ടില്ലേ, ആർച്ച് മോഡലാണ് മുകൾ ഭാഗം ഉള്ളത്. ഇത് നമുക്ക് കാണേണ്ട ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു പള്ളീനെ താങ്ങി നിർത്തിയതും ഫുള്ള് കരിങ്കല്ല്. 400 വർഷം പഴക്കണ്ട് ഈ പള്ളിക്ക് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പള്ളികളൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയണത് കേട്ടോ. അതിൽ 6 അടി നീട്ടത്തിലാണ് കരിങ്കല്ല് മുകളിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. 6 അടി 7 അടി നീട്ടത്തിലാണ് കരിങ്കല്ലുകളുള്ളത്. ചില ഭാഗത്ത് 5 അടിൻ്റെയും കാണുന്നുണ്ട്. പക്ഷെ മൊത്തകാലത്തൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളൂ. എന്തായാലും ഇവിടെ വന്ന് കണ്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക. ഓക്കെ.